നമസ്കാരം. ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ സാധിക്കുന്ന വിലയിലാണ് വിൻഫാസ്റ്റിന്റെ ചില ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഈ വർഷം ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. മൊത്തത്തിൽ അവർ ഏകദേശം 6ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് നമ്മൾ വിൻഫാസ്റ്റ് ഇലക്ട്രിക് കാറുകളുടെ 2 വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 2025 ലോഞ്ച് ചെയ്ത വിൻഫാസ്റ്റ് VF6, VF7 എന്നീ 2 മോഡലുകളെ കുറിച്ചും അതേപോലെ ഈ വർഷം ലോഞ്ച് ചെയ്യാനിരിക്കുന്ന VF3യെ കുറിച്ചുമായിരുന്നു ആ വീഡിയോകൾ. ഈ VF3 എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ചെറിയൊരു കാർ ഇവർ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിറക്കുന്ന ഇവരുടെ മോഡലുകളിൽ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് കേട്ടോ. 8 ലക്ഷം രൂപയാണ് വില. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിൻ ഗ്രൂപ്പ് എന്ന വിയറ്റ്നാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ കീഴിലുള്ള EV ബ്രാൻഡാണ് വിൻഫാസ്റ്റ്. ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും അസംബിൾ ചെയ്യുന്നത് വിൻഫാസ്റ്റിന്റെ തമിഴ്നാട് തൂത്തുക്കുടിയിൽ 400 ഏക്കറിൽ പ്രവർത്തിക്കുന്ന 4000ഓളം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഫാക്ടറിയിലാണ്. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ വർഷം ഇന്ത്യയിൽ ഇറങ്ങാനിരിക്കുന്ന ഇവരുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. 2025 ഡിസംബറിൽ വിൻ ഗ്രൂപ്പ് അവരുടെ വിയറ്റ്നാമിലുള്ള വിൻഫാസ്റ്റ് EV 2 വീലർ മാനുഫാക്ചറിംഗ് കമ്പനി സന്ദർശിക്കാൻ ഇന്ത്യയിലുള്ള ചുരുക്കം ചില പ്രമുഖ മീഡിയകളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 2026 ഇന്ത്യയിലേക്കുള്ള അവരുടെ വരവ് അറിയിക്കാനായിരുന്നു അത്. NDTV ഓട്ടോയും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. അവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. പഴയ ജനറേഷനും പുതിയ ജനറേഷനും എല്ലാം ചേർന്ന് ഏകദേശം 12ഓളം ഇലക്ട്രിക് ഇരുചക്ര വാഹന മോഡലുകളാണ് വിൻഫാസ്റ്റിനുള്ളത്. അതിൽ ഏകദേശം 10ഓളം മോഡലുകൾ നിലവിൽ പല രാജ്യങ്ങളിലായിട്ട് ഇവരിപ്പം വിൽപ്പന നടത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വേണ്ടി വിൻഫാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 6 മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിൽ 3 അല്ലെങ്കിൽ 4 മോഡലുകളായിരിക്കും ആദ്യ പടിയായി 2026 മുതൽ ഓരോന്നോരോന്നായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. ഈ 4 സ്കൂട്ടറുകൾ ഏതൊക്കെയായിരിക്കുമെന്നും ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ഏതായിരിക്കുമെന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വർഷം എന്തായാലും ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 6 വണ്ടികളെയും കുറിച്ച് കമ്പനി പുറത്തുവിട്ട ചില ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ സ്പെക്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ലൈനപ്പിൽ വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് EVO ഗ്രാൻഡ്. വിയറ്റ്നാമീസ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന മോഡലാണിത്. 2.2 കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന ഹബ് മോട്ടറാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 70 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. എക്കോ, സ്പോർട്സ് എന്നീ 2 മോഡുകളാണുള്ളത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2.4 kWh ലിഥിയം അയൺ ഫോസ്ഫേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫുട് ബോർഡിലാണ്. ഒരു ഫുൾ ചാർജിൽ 134 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ വണ്ടിയുടെ മോട്ടോർ പവർ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു 100 കിലോമീറ്റർ ട്രൂ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കസ്റ്റമർക്ക് റേഞ്ച് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി തന്നെ അതിനൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതൽ കാശ് നൽകിയാൽ 35ഓളം ലിറ്റർ ഉള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഏരിയയിൽ അവർ നമുക്കൊരു എഡീഷണൽ റിമൂവബിൾ ബാറ്ററി ഫിക്സ് ചെയ്തിരും. പക്ഷെ അത് എത്ര kWh ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ സ്പേസ് കുറയും, നല്ല രീതിയിൽ കുറയും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റോറേജ് സ്പേസിന്റെ പകുതിയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബാറ്ററിയുടെ സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ നൽകേണ്ടി വരും. 2 ബാറ്ററി വേണ്ടവനാണെങ്കിൽ രണ്ടാമത്തെ ബാറ്ററി ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു സ്പേസിൽ ഇറക്കി വെച്ചതിന് ശേഷം ഈ കാണുന്ന വയറുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ 2 ബാറ്ററിയും ഫുൾ ചാർജ് ചെയ്താൽ 262 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അത്രയൊന്നും കിട്ടില്ലെങ്കിലും ട്രൂ റേഞ്ച് ഒരു 200 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സ്കൂട്ടറിൽ 200 കിലോമീറ്റർ ഒക്കെ കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ചാണ് അല്ലേ? ഈ 2 ബാറ്ററികളും ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 6.5 മണിക്കൂറാണ് സമയം വേണ്ടത്. സിംഗിൾ ബാറ്ററി ആണെങ്കിൽ അതിനനുസരിച്ച് കുറവ് സമയം മതിയാവും. ഓക്കെ, ഇനി നമ്മൾ ഈ വണ്ടിയുടെ കർബ് വെയിറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിംഗിൾ ബാറ്ററി മാത്രമാണെങ്കിൽ ഈ വണ്ടിയുടെ ഭാരം വരുന്നത് 92 കിലോഗ്രാമും ഡുവൽ ബാറ്ററി ആണെങ്കിൽ വണ്ടിയുടെ ഭാരം വരുന്നത് 110 കിലോഗ്രാമുമാണ്. മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവൽ സ്പ്രിംഗ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. 6 കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഒന്നും തന്നെ കുത്തി നിറച്ചിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ പല വണ്ടികളിലും കണ്ടുവരാറുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യവുമില്ല. വിൻഫാസ്റ്റ് EVO ഗ്രാൻഡ് സിംഗിൾ ബാറ്ററി ഉള്ള വേരിയന്റിന്റെ വിയറ്റ്നാമിലെ ഒഫീഷ്യൽ പ്രൈസ് 22.8 മില്യൺ VND ആണ്. വിയറ്റ്നാമീസ് ഡോങ് ആണ് അവരുടെ ഒഫീഷ്യൽ കറൻസി കോഡ്.
ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 80,000 മുതൽ 82,000 രൂപയ്ക്ക് അടുത്ത് വരെ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്ഷോറൂം പ്രൈസ് കൊടുക്കേണ്ടി വരും. സാധാരണ കേസിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വണ്ടി നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സും മറ്റു കാര്യങ്ങളുമായി കൂടുതൽ കാശ് പല രീതിയിലായി നമുക്ക് നൽകേണ്ടി വരും. പക്ഷേ വിൻഫാസ്റ്റിന്റെ കാര്യത്തിൽ അത് വേണ്ടി വരില്ല. കാരണം ഇതെല്ലാം നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. എന്തായാലും കൃത്യമായ വില അറിയണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി, അതായത് അവരുടെ ലോഞ്ചിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അടുത്ത മോഡലിന്റെ പേരാണ് ഫെലിസ്. ഇതൊരു സ്പോർട്ടി സ്കൂട്ടറാണ്. അങ്ങനെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ സംസാരിച്ച ഇവോ ഗ്രാൻഡിന്റെ അതേ സ്പെക്സ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് ഡിസൈനിൽ മാത്രമാണ്. 2.2 കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന ഹബ് മോട്ടോർ തന്നെയാണ്. എക്കോ സ്പോർട്ട് എന്നീ 2 റൈഡിംഗ് മോഡുകൾ, 70 km/h ടോപ്പ് സ്പീഡ്, 2.4 കിലോവാട്ട് അവറിന്റെ ബാറ്ററി പാക്കും 134 കിലോമീറ്റർ റേഞ്ചും. അതേപോലെ ഇവോ ഗ്രാൻഡിൽ നമ്മൾ സംസാരിച്ച പോലെ എഡീഷണൽ ആയിട്ട് 34 ലിറ്ററുള്ള ഈ വണ്ടിയുടെ സ്റ്റോറേജ് സ്പേസിൽ കൊടുക്കാൻ സാധിക്കുന്ന റിമൂവബിൾ ബാറ്ററി ഓപ്ഷനും ഉണ്ട്. 6.5 മണിക്കൂർ തന്നെയാണ് ചാർജിംഗ് ടൈം. പിന്നെയുള്ള മാറ്റം വീലുകളിലാണ്. 14 ഇഞ്ചസിന്റെ വലിയൊരു വീലാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. മുന്നിൽ ഡിസ്കും പിറകിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അതേപോലെ ഈ വണ്ടിക്ക് ഭാരം കൂടുതലാണ് കേട്ടോ. 126 കിലോഗ്രാം ആണ് കർബ് വെയിറ്റ്. വിയറ്റ്നാമിലെ വിൻഫാസ്റ്റ് ഫെലിസിന്റെ ഒഫീഷ്യൽ പ്രൈസ് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 85,000 രൂപയ്ക്ക് അടുത്താണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്ന ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഇവര് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നില്ല കേട്ടോ. ഒരുപക്ഷെ വണ്ടിയിൽ അവർ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അടുത്തത് വേറോ എക്സ് ആണ്. കഴിഞ്ഞ 2 മോഡലുകളും ഇവർ കൊടുത്തിരിക്കുന്ന അതേ സ്പെക്സ് തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. ഡിസൈനിൽ മാത്രമാണ് കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നത്. പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. മുന്നത്തെ 2 വണ്ടികളെ അപേക്ഷിച്ച് ഈ വണ്ടി കുറച്ചുകൂടി സ്മാർട്ടാണ്. കീലെസ് പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ സ്മാർട്ട് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണിതെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വിയറ്റ്നാമിലെ ഒഫീഷ്യൽ പ്രൈസും മറ്റ് 2 വണ്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1,20,000 രൂപയ്ക്കടുത്ത് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്ഷോറൂം വില നൽകേണ്ടി വരും. നമ്മളിപ്പം സംസാരിച്ചത് 3 മോഡൽ വണ്ടികളെ കുറിച്ചാണ് അല്ലെ. ഈവോ ഗ്രാൻഡ്, ഫെലിസ്, വെറോ എക്സ്. ഇത് കൂടാതെ അവർ ക്ലാര, വെന്റോ എസ്, തിയോൺ എസ് എന്നീ 3 മോഡലുകൾ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയ 6 വണ്ടികളുടെ ആ ലിസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ക്ലാര എന്ന് പറയുന്നത് ഇവരുടെ ലെഡ് ആസിഡ് ബാറ്ററിയോട് കൂടി ഇറങ്ങിയിരുന്ന പഴയ മോഡൽ സ്കൂട്ടറാണ്. LFP ബാറ്ററിയോട് കൂടിയ ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് സിംഗിൾ ബാറ്ററിയിൽ ഇറങ്ങുന്ന വണ്ടിയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹബ് മോട്ടോർ തന്നെയാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമായിട്ടില്ല. ഇതാണ് വെന്റോ എസ്. മുന്നത്തെ വണ്ടികളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി പവർഫുൾ ആണ്. 5 കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന സൈഡ് മൗണ്ടഡ് മോട്ടറാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 89 km/h ആണ് ടോപ്പ് സ്പീഡ്. 3.5 കിലോവാട്ട് അവർ ലിത്യം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 160 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ട്രൂ റേഞ്ച് നമുക്കൊരു 120 കിലോമീറ്റർ പ്രതീക്ഷിക്കാം. 6 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. 25 ലിറ്റർ ആണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. പിന്നെ ഈ വണ്ടിയിൽ കൂടുതൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ലഭിക്കും. ഇന്ത്യൻ രൂപ ഇതിന് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് നമ്മൾ കാണേണ്ടി വരും. അതേപോലെ ഈ ലിസ്റ്റിലെ ഏറ്റവും വലുതും പവർഫുള്ളുമായ സ്കൂട്ടറാണ് തിയോൺ എസ്. 7.1 കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന മിഡ് ചെയിൻ ഡ്രൈവ് മോട്ടറാണ് ഈ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു മാക്സി സ്കൂട്ടറാണ്. 100 km/h ആണ് ടോപ്പ് സ്പീഡ്. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 50 km/h സ്പീഡ് മറികടക്കാൻ 4.9 സെക്കൻഡ്സ് ആണ് വേണ്ടത്. 3.5 കിലോവാട്ട് അവറിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഡുവൽ ബാറ്ററി പാക്ക് ആണ്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഒരു ഫുൾ ചാർജിൽ 150 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ട്രൂ റേഞ്ച് നമുക്കൊരു 120 കിലോമീറ്റർ പ്രതീക്ഷിക്കാം. ബാറ്ററി ഫുൾ ചാർജ് ആവാൻ ഏകദേശം 6 മണിക്കൂറാണ് വേണ്ടത്. 24 ലിറ്റേഴ്സ് ആണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് സ്മാർട്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്മാർട്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും മറ്റ് സ്മാർട്ട് ഫീച്ചറുകളും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.25 ലക്ഷം രൂപയാണ് തിയോൺ എസിന്റെ വില കാണിക്കുന്നത്. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഇറങ്ങാൻ സാധ്യതയുള്ള വിൻഫാസ്റ്റിന്റെ 6ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അതുമാത്രമല്ല ഇതിൽ ഏതാണ് ആദ്യം ഇറങ്ങുന്നതെന്നും അതേപോലെ എത്ര വണ്ടികൾ ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും കമ്പനി ഇതുവരെ പുറത്തു വിട്ടിട്ടുമില്ല. മാത്രമല്ല നമ്മൾ ഇന്ന് പറഞ്ഞ സ്പെക്സിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നും അറിയില്ല. ഡിസൈനിൽ മാറ്റം ഉണ്ടാവില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു കാര്യം മാത്രം 100% ഉറപ്പാണ്. വിൻഫാസ്റ്റിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യയിൽ 2026 ഇറങ്ങും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.